ആദ്യമേ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് രാജമ്മ. ഞാൻ ആലപ്പുഴ ജില്ല നൂറിനാട് നിന്ന് വരുന്നു. എന്നെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ അരികിൽ എന്നെ ചേർത്ത് നിർത്തിയതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ഒരു വീൽചെയറിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ശരീരത്തിൽ 14 രോഗവും 6 ഓപ്പറേഷനുമായിട്ടാണ് ഞാൻ ഈ പുണ്യഭൂമിയിൽ കടന്നു വരുന്നത്. ഞാൻ ട്രെയിനകത്ത് കിടന്നാണ് ഞാനിവിടെ വന്നത്. അടൂർ ആശുപത്രി വെച്ച് വീൽചെയറിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു പത്രം കിട്ടി. ഒരു മകൾ കൊണ്ടുവന്ന് എനിക്കൊരു പത്രവും തന്ന്, അമ്മയുടെ ഒരു കാശുരൂപവും തന്ന്, ഒരു ടിൻ ഉപ്പും തന്ന്, എൻ്റെ നെറ്റിൽ ഒരു ശകലം ഉടമ്പടി തൈലവും കുരിശു വരച്ച് തന്നു. അങ്ങനെ ഞാൻ വീൽചെയറിലിരുന്ന് അവിടുന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആ പത്രം വെച്ച് എൻ്റെ ശരീരത്തിൽ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയെ എനിക്ക് കിട്ടി. ഞാൻ കരയുമായിരുന്നു, അമ്മയെ എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, അമ്മയുടെ മണ്ണിലാണ് ഞാൻ എങ്ങനെ എത്തും, ഒരു പത്രമെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ചു തരണമെന്ന് ഞാൻ അമ്മയുടെ മുട്ടിപ്പായി കരഞ്ഞു. എൻ്റെ അരികിൽ എൻ്റെ കാൽക്കൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ അരികിൽ കൊണ്ടു തന്ന പത്രവും കാശുരവും ഉപ്പും തൈലവും എല്ലാം എനിക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വീടിന് പുറത്തിറങ്ങാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നെ കിടത്തിയായിരുന്നു തിരുവനന്തപുരം വരെ കാറിനകത്ത് കിടത്തിക്കൊണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഈ അൾത്താരയിൽ ഏത് നിമിഷവും ഓടി വരാനുള്ള ആരോഗ്യം എനിക്ക് തന്നത് ഈ മരിയൻ ഒറ്റ ഒരു ഉടമ്പടിയിലൂടെ മാത്രമാണ്. എൻ്റെ യേശുപ്പൻ്റെ തിരുരക്തം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുന്നതിന് കാരണം. അങ്ങനെ ഞാൻ റോഡിൽ പോകുന്നവരെ കൊണ്ട് ഒരു തിരി മേടിച്ചു വെച്ചും ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഈ അൾത്താരെ വരാൻ കഴിയണമേ. യേശുപ്പൻ കുരിശും വലിച്ചും കൊണ്ട് നടന്ന് ഞാൻ മാക്കറും കൊണ്ട് നടക്കുന്നു. എന്നെ ഇതിന് പിടിപിടിച്ച് എൻ്റെ അമ്മയുടെ അരികിൽ കൊണ്ടുവരണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു പൊതി ചോറ് 3 മണിയാകുമ്പോൾ എനിക്ക് കൊണ്ടു തരണമായിരുന്നു. ഹോട്ടലിൽ നിന്ന് എനിക്ക് കഞ്ഞി വെക്കാൻ കഴിയത്തില്ലായിരുന്നു. അങ്ങനെ കഴിച്ചിരുന്ന ഞാനാണ് എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരെ കൊണ്ടുവന്ന് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചു തന്നത്. ഈ ഒരൊറ്റ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെയാണ് ഞാൻ നിലനിൽക്കുന്നത്. ഞാൻ ഒരു ചാക്ക് ഗുളിക കഴിച്ച ഞാനാണ് ഇന്ന് വരെ. പിന്നെ ഞാൻ ഇന്ന് വരെ ഈ ഒരു രോഗത്തിന് ഞാനൊരു ഗുളിക കഴിക്കാൻ ഈ കൈയും കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ യേശുപ്പൻ്റെ ചങ്കിലെ ചോര കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനകോടി നന്ദി. എനിക്ക് 2025 പെട്ടെന്നൊരു നടുവേദന വന്നതായിരുന്നു. ഈ വാസലിൻ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ടായി, തേയ്മാനമായി. എൻ്റെ ഉച്ച തൊട്ടുള്ള കാല് പെരുവിരൽ വരെയുള്ള നരമ്പ് മരവിച്ചു പോയി, കാല് തളർന്നു പോയ കാലാണിത്. ഇന്ന് ഞാൻ ഈ കാലം കൊണ്ടാണ് ഇവിടെ ഓടി വരുന്നത്. അങ്ങനെ എനിക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, കിടക്കാൻ പറ്റത്തില്ലായിരുന്നു, അതിവേദനയായിരുന്നു. എൻ്റെ യേശുപ്പൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഡിസ്ക് യോജിപ്പിച്ച് മാംസം പിടിപ്പിച്ച് എനിക്ക് തന്ന എൻ്റെ യേശുപ്പൻ്റെ ഒരനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് 20 വർഷത്തിന് പഴക്കമുള്ള ഒരു അലർജി ഉണ്ടായിരുന്നു. ആ അലർജി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് ചൊറിഞ്ഞ് കണ്ണിനകത്തുനിന്ന് നീരിറങ്ങി കണ്ണ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ശരീരം മൊത്തം ചൊറിഞ്ഞ് പൊട്ടി വെള്ളം ഒഴുകുമായിരുന്നു. ഞാൻ വണ്ടാനത്ത് നടന്ന് ഗുളികകൾ കഴിച്ച് ഞാൻ മടുത്ത്. അങ്ങനെ എനിക്ക് ഈ ഉടമ്പടി വസ്തുവിലൂടെ എനിക്ക് എൻ്റെ ആ അലർജി മാറ്റി തന്ന് ഈ 10 വർഷത്തിന് മേലുള്ള ഒരു തലവേദനയായിരുന്നു, മൈഗ്രെയിൻ തലവേദന. ഞാൻ ഈ ചൂട് സമയത്താണ് ഫെബ്രുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ എരിയാണി വെയിലത്ത് പുറത്ത് നിന്നാൽ നിങ്ങൾക്കറിയാവില്ല ചൂട്. ആ ചൂടത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്നത്തെ ആ ചൂട് സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഇന്നേ നാഴിക വരെ എനിക്ക് ആ മൈഗ്രെയിൻ തലവേദന എന്ന് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവല്ലാതെ കൊണ്ട് എൻ്റെ യേശുപ്പൻ്റെ ആ തിരുരക്തം കൊണ്ടാണ് എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറ്റി തന്നത്. അടുത്തായിട്ട് എൻ്റെ മൂക്കിനകത്തൊരു ഒരു ദശ ഉണ്ടായിരുന്നു.
ആ ദശ ഒരു ദിവസം വൈകിട്ട് എനിക്ക് എന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകുക, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ തോർത്ത് കൈ വെച്ചുകൊണ്ട് വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ എൻ്റെ യേശപ്പനോട് പറഞ്ഞ്, യേശപ്പ പരിശുദ്ധാമ്മ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഞാൻ ചീറ്റിയും പിഴിഞ്ഞും ഇരിക്കുവാന്നല്ലോ, എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരണേന്ന് പറഞ്ഞ്. എനിക്കറിയത്തില്ല, എൻ്റെ മൂക്കിലൊരു അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ മൂക്കിൽ എനിക്കൊരു സ്വരം കേട്ട്, ഒരു മൂളിപ്പാട്ട് പോലെ പോയിട്ട് അപ്പോഴെൻ്റെ യേശപ്പൻ എന്നിൽ വന്ന് എന്നെ തൊട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ആ ദശ അടത്തി. എനിക്ക് ആ മേപ്പോട്ടൊരു ശ്വാസം പിടിച്ചപ്പോൾ എൻ്റെ മേപ്പോട്ടത് ഇളകി വന്ന് എല്ലാ കുഞ്ഞുങ്ങൾ വട്ട് കളിക്കുന്ന കണക്ക് ആ ഉരുണ്ട വട്ട് പോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഇറങ്ങി വന്ന് ഞാൻ എന്നും വെള്ളമരികിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഉപ്പും തേനും ഒഴിച്ചാണ് ഞാൻ കുടിക്കുന്നത് പ്രാർത്ഥന കഴിയുമ്പോൾ. അപ്പം ഞാൻ എളുപ്പം ആ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ പരിശുദ്ധാമ്മ യേശുപ്പ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് ഇതിറക്കി തരണേന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ടയ്ക്കൂന്ന് ആ ദശ എൻ്റെ തൊണ്ടയ്ക്കൂന്ന് മാറ്റിത്തന്ന്. അങ്ങനെ എൻ്റെ യേശുപ്പ പ്രത്യക്ഷപ്പെട്ടാണ് എൻ്റെ മൂക്കിലെ ദശ മാറ്റിത്തന്ന്. ഇന്നേ നാഴി വരെ പിന്നെ എനിക്ക് മൂക്കൊലിപ്പും മൂക്കിനകത്തിൽ അസ്വസ്ഥതകളും വന്നിട്ടില്ല. എനിക്ക് നല്ല വൃത്തിയായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. പിന്നെ എനിക്ക് കിരണിയുടെ ഒരു മുഴയുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ കിരണിയുടെ മുഴ വർമ്മസ്ഥാനത്തായിരുന്നു. സ്വകാര്യ ഭാഗത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല, എനിക്ക് നാണക്കേട് കൊണ്ട്. അത് ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശു വരച്ച് എൻ്റെ യേശപ്പൻ്റെ രക്തം കൊണ്ട് മാത്രം എനിക്ക് ആ മുഴ മായാജാലമായിട്ട് എനിക്ക് മാറ്റിത്തന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വലതുവശത്ത് ബ്രെയിനകത്തൊരു മുഴയുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ടേ ഉണ്ട് ആ മുഴ. ഞാൻ എങ്ങും ഒരു ഡോക്ടറെ കാണാൻ പോകത്തില്ല. ഞാൻ അങ്ങനെ ആ മുഴയും എനിക്ക് ഈ ഒറ്റ ഉടമ്പടിയിൽ ഈ നേർച്ച വസ്തുവിലൂടെ ആ മുഴ ഞാൻ എന്ന് തൈലം കുരിച്ചു വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ എൻ്റെ ശരീരത്തിൽ കത്തിയപ്പിക്കരുത് അമ്മേ, ഇതെല്ലാം എൻ്റെ യേശപ്പൻ്റെ അമ്മയുടെ ഈ ഉടമ്പടിയിലൂടെ മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ആ മുഴയും എൻ്റെ ബ്രെയിനകത്തുനിന്ന് എനിക്ക് മാറ്റിത്തന്ന്. അതുപോലെ തന്നെ എനിക്ക് വായിക്കാത്ത ഗുളികളെല്ലാം കഴിക്കുന്നതിൻ്റെ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമായിരുന്നു. എന്നും എനിക്ക് വായിക്കാൻ പൊട്ടി വിർണമായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉപ്പിട്ട് അമ്മയുടെ നെഞ്ച് ഭരിച്ച് ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് വായിക്കാത്ത കൊള്ളുകയും ഞാൻ ഉടമ്പടി തൈല മുറിവിലെല്ലാം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഞാനൊരു ഗുളികയും കഴിക്കാത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വായിക്കാത്തുനിന്ന് ആ വിർണങ്ങളെല്ലാം കരിച്ചുണക്കി ഇപ്പം എനിക്ക് എൻ്റെ വായിക്കാത്തില്ല വിർണം വരുത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഫൈസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ ഫൈസിൻ്റെ അസുഖത്തിന് ഞാൻ ഗുളിക കഴിച്ചതായിരുന്നു. മറ്റു ഗുളികൾ കഴിക്കുമ്പോൾ എനിക്കത് കൂടുമായിരുന്നു. ബ്ലഡ് വരെ ഉള്ള ഒരു വരവിൽ എനിക്ക് ആയതായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉപ്പിട്ട് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫൈസിൻ്റെ അസുഖം ഞാനിപ്പം അത് പൂർണ്ണമായി എന്നിൽ നിന്ന് വിടുവലി തന്ന എൻ്റെ യേശുപ്പന. ഇതല്ല എൻ്റെ ഈ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുവിലൂടെ മാത്രമാണെന്ന് ഞാൻ 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് വയറിനകത്തിൽ അൾസർ ഉണ്ടായിരുന്നു. ആ അൾസറും എനിക്ക് ഈ നേർച്ച വസ്തുവിലൂടെ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് ഈ ഡിസംബർ 7-ാം തീയതി എനിക്ക് അമ്മയുടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് വഹിച്ചുകൊണ്ട് വരാനുള്ള അനുഗ്രഹം കിട്ടി. പിന്നെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി എടുത്ത് എനിക്ക് ആ പിറ്റേ ആഴ്ച തന്നെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടി. അതിലെൻ്റെ അച്ഛൻ എൻ്റെ നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും എനിക്ക് അന്ന് മുതൽ തന്നെ എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടി. പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിലും ഈ ഓരോ ഉടമ്പടിയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കുന്നതിനും ആത്മീയ വളർച്ചയ്ക്കും എൻ്റെ ഈ എല്ലാ രോഗസൗഖ്യത്തിനും എല്ലാം ഈ ഒരൊറ്റ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നത്. പിന്നെ ഞാൻ ആത്മീയ പ്രേക്ഷക വേല ചെയ്യുന്നത്, ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരാൻ എനിക്ക് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച്. ഞാൻ ബസ് കയറാൻ പറ്റാതിരുന്ന ഞാനായിരുന്നു. ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച മുതൽ ഞാനിവിടെ വരും. അച്ഛൻ്റെ ധ്യാനം കൂടും. എനിക്ക് ഒരു വിഷമമായിരുന്നു എനിക്ക് കുർബാന കേൾക്കാൻ കൂടാൻ. ഞാനിരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കുർബാന കൂടാൻ കഴിയണമെന്ന്. അപ്പോൾ എനിക്ക് രാവിലെ ഒരു വണ്ടി കൊണ്ട് തന്ന് എനിക്ക് കുർബാന കൂടുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും ആരാധന കൂടുവാനും എനിക്ക് ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക്
അങ്ങനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മ മാതാവ് തന്ന് പ്രേക്ഷക വേല ചെയ്യുന്നത് ഞാൻ ആഴ്ചയിലും വന്ന് പത്രം എടുത്തുകൊണ്ട് പോകും. ഒരു ദിവസം 50 പത്രമെങ്കിലും എനിക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നു. കായംകുളത്തും അരിപ്പാട്ട് ആശുപത്രിയിലുമായിട്ട് ഞാൻ ഇറങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. അടൂർ ആശുപത്രി ഞാൻ എല്ലാ ആഴ്ചയിലും പോകും. അവിടെ കൊണ്ടുവന്ന് പത്രം കൊടുക്കും, നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ ഒരു ചോറ് ഹോട്ടലിൽ നിന്ന് മേടിച്ച് നിന്ന ഇന്ന് ഞാൻ 20 പൊതി വരെ എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ തന്നെ പൊതി കെട്ടി കൊണ്ടു കൊടുക്കാനുള്ള ആരോഗ്യം എൻ്റെ അമ്മ മാതാവ് ഈശോ എനിക്ക് തന്ന് അതിനെനിക്ക് കോടാനുകോടി നന്ദിയാണ് ഞാൻ എൻ്റെ യേശുവിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ഈ ആലയത്തിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാനൊരു ഹിന്ദുവാ. എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയില്ലായിരുന്നു, എന്താണെന്നറിയില്ലായിരുന്നു. 15 വർഷം എൻ്റെ വീട്ടിൽ ഇരുന്ന ബൈബിളാണ്. ഈ ഉടമ്പടി എടുത്ത് അന്നാണ് ഞാൻ ആ ബൈബിളിൽ തൊടുന്നത്. അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ഹിന്ദുവാണ് യേശുപ്പ, എനിക്കറിയത്തില്ല ഈ വചനങ്ങൾ എന്താണെന്ന്, എന്നെ മനസ്സിലാക്കി തരണേ എന്ന്, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരണേ, എന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഇവിടെ ബൈബിളിൽ ഓരോ വചനങ്ങൾ പറയുമ്പോഴും എനിക്ക് ആ വചനം നോക്കിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള കൃപ എനിക്ക് എൻ്റെ യേശുപ്പൻ ദൈവത്തിലൂടെ തന്ന്. യേശുപ്പൻ ജോസഫ് അച്ഛൻ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന വചനങ്ങളെല്ലാം എനിക്കിന്ന് അതുപോലെ എനിക്ക് മനസ്സിലാക്കുവാനും പിന്നെ ജോസഫ് അച്ഛനിലൂടെയും ബൈബിളിലൂടെയും എനിക്കിന്ന് സാധിച്ചു കിട്ടിയതിന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി. ഇത്രയെല്ലാം രോഗങ്ങൾ തന്നെ എന്നെ സൗഖ്യപ്പെടുത്തിയ എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അനാഥ മന്ദിരത്തിൽ പോയി അവർ കാവൽ എല്ലാ മാസവും ഞാൻ അനാഥ മന്ദിരത്തിൽ പോകും. ഓണത്തിന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കും. 170 പേരുള്ള അനാഥ മന്ദിരമാണ്. അവിടെ ഞാൻ അവർക്ക് 3 മണിക്കുള്ള ആഹാരം അവർക്ക് വയറ് നിറച്ചു കൊണ്ട് കൊടുക്കാൻ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ 2 ബിസ്ക്കറ്റ് കൊടുക്കുന്നു ചായയുടെ കൂടെ. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഈ മക്കൾ ഈ 2 ബിസ്ക്കറ്റ് കഴിച്ച് എന്ത് വാങ്ങും? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കണക്ക് ഞാൻ പിറ്റേ മാസം മുതൽ ഒരൊറ്റ ചാക്കിലെ പലഹാരം ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ദൈവം തന്ന ദാനമാണ് ഞാൻ ദാനം കൊടുക്കുന്നത്. ഞാൻ അന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മേ എൻ്റെ കൂടെ ഒരു 4 പേരെ എൻ്റെ അമ്മ എനിക്ക് ആക്കിത്തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് 4-5 പേരെ ഞങ്ങൾ ഗ്രൂപ്പാക്കി. ഇപ്പം ഞങ്ങൾ ജപമാല ഗ്രൂപ്പ് കൂടി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ മാസവും ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോകും. ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ട് കൊടുക്കുന്നു. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. രാജമ്മയുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ 17 അസുഖങ്ങൾക്ക് ഈശോ സൗഖ്യം നൽകിയതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. വീൽ ചെയറിലായിരുന്ന ഈ അമ്മ ഇന്ന് വളരെ ശക്തമായി യേശുവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ ഈ അൾത്താരയിൽ കയറി നിന്ന് നന്ദി പറയുകയാണ്. നമ്മുടെ എല്ലാ രോഗങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മകൾ കൃത്യമായി ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. എനിക്കിന്ന് മകൾ സമർത്ഥിക്കുകയായിരുന്നു, 1 ചാക്ക് മരുന്നാണ് ഞാൻ കഴിച്ചത്, അതിന് പ്രതിനന്ദിയായി ഞാൻ വളരെ അധികം 1 ചാക്ക് ഭക്ഷണമാണ് മറ്റുള്ളവർക്ക് നൽകുന്നതെന്ന് ഈ അമ്മ രാജമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോ എന്തുമാത്രം എനിക്ക് നൽകി, അതുപോലെ തന്നെ കൊടുക്കുവാനുള്ള ഒരു കൃപ ഇന്ന് ജോസഫ് അച്ഛൻ വിശുദ്ധ ബലിയിൽ നമ്മോട് പറയുകയായിരുന്നു. അളന്ന് കുലുക്കി നിറച്ച് കവിഞ്ഞൊഴുകുന്ന ഒരു പാത്രത്തിലിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത്. നാം എന്തുമാത്രം കൊടുക്കുന്നു അതിലിരട്ടിയായി നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ഓരോ സുവിശേഷ ഭാഗത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. രാജമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവ്
പ്രേക്ഷിതരാകുക.